നെഞ്ചുവേദന വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും? അപ്പൊ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഏജ്. അപ്പൊ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന നെഞ്ചുവേദന പലപ്പോഴും ഹൃദയരോഗങ്ങളുടേതായിരിക്കും. അപ്പൊ ഒരു മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ ഈ ഹൃദയത്തിന്റെ മധ്യഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഈ ഒരു നെഞ്ചുവേദനയുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്ക് വരുന്ന നെഞ്ചുവേദനയും നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ നെഞ്ചുവേദന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട്, അതായത് ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് കൊണ്ട് ഗ്യാസ് കെട്ടിയിട്ട് ചിലപ്പോൾ വേദന വരാറുണ്ട്. അപ്പൊ തലേ ദിവസം നമ്മൾ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ തൊട്ടു മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണോ കഴിച്ചതെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള ഗ്യാസിന്റെ വേദനയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നമ്മൾ എപ്പോഴൊക്കെ ആ ഭക്ഷണം കഴിച്ചോ ആ സമയത്തെല്ലാം നമുക്ക് ഗ്യാസിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നേരത്തെ കഴിച്ചോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ ഈ ഒരു വേദന വിശ്രമിക്കുമ്പോൾ കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസിന്റെ മരുന്നുകളൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നെഞ്ചുവേദന അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് വരുന്ന നെഞ്ചുവേദനയാണ് അല്ലെങ്കിൽ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് വരുന്ന നെഞ്ചുവേദനയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആശുപത്രിയിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിലോ പോയിട്ട് ഒരു ECG എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഒരു മുൻകരുതലുകൾ എടുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹാർട്ട് കംപ്ലൈൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മളുടെ ഡയറ്റിൽ നിന്നും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ മാറ്റുക, അമിതമായിട്ടുള്ള മധുരമടങ്ങിയ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പഴങ്ങള്, പച്ചക്കറികള്, അതുപോലെ തന്നെ റെഡ് മീറ്റ് ഒഴിവാക്കിയിട്ട് പകരം ഫിഷ്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. അതോടൊപ്പം എക്സസൈസ്, റെഗുലർ എക്സസൈസ്, അപ്പം 30 മിനിറ്റ് എങ്കിലും ഒരു ദിവസം എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ ഒരു ഹൃദയാഘാതം വരുന്നതിന് ഏറ്റവും പ്രധാന ഒരു കാരണം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ്സാണ്. സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നും സ്ട്രെസ് ഹോർമോൺസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കെമിക്കലുകളൊക്കെ റിലീസ് ആകപ്പെടും. ഇവ നമ്മളുടെ രക്തധമനികളെ കംപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ഹാർട്ടിനെ വളരെ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻസ്, യോഗ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാവുന്നതാണ്.